ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബജി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. വളരെ ടേസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ബജി തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ പൊണ്ണൻ വിഭാഗത്തിൽപ്പെട്ട ഒരു പഴം ഉപയോഗിച്ചിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 4 പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞ് കനം കുറഞ്ഞ രീതിയിൽ നമുക്കിതൊന്ന് സ്ലൈഡായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെയാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. ഒരു ബൗളിലോട്ട് 1/2 കപ്പ് അളവിൽ കടലമാവാണ് എടുത്തിട്ടുള്ളത്. കടലപ്പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടിയാണ്. കോൺഫ്ലവർ പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി, 1 ടീസ്പൂണ്. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് സോഡാപ്പൊടിയാണ്. ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കളറിനും എരിവിനും വേണ്ടിയിട്ട് മുളക് പൊടിയാണ്. 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി ആദ്യം നമുക്കിതൊന്ന് മിക്സാക്കി നോക്കുക. നല്ല ലൂസാവാതെയുള്ള രീതിയിലാണ് ഇതിൻ്റെ മാവ് കിട്ടേണ്ടത്. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്കിത് പാകമാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് തിക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുക. വെള്ളം ഏറെ പോവാതെ ശ്രദ്ധിക്കണം. ഇനി വിസ്ക് വെച്ചിട്ട് കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബാറ്റർ. ഞാനിപ്പോൾ കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതാണ്. ഇനി ഇതിൻ്റെ കണ്ടൻസൻസി ഞാൻ കാണിച്ചു തരാം. ഇതെടുക്കുമ്പോൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന രീതിക്കാണ് വേണ്ടത്. ഇങ്ങനെ ആയാലേ നമ്മുടെ ബജി പൊങ്ങി വരികയുള്ളൂ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് പഴം ഇതിൽ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഓരോരോ പീസുകളായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബജി ഏകദേശം പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ ചായ മക്കാനങ്ങളിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റുള്ളൊരു ബജിയാണ്. ക്രിസ്പിയാണിത് കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.